നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സദേൺ മോട്ടോർ ആൻഡ് റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUസിന്റെ നേതൃത്വത്തിൽ പന്നിയമ്പാടത്ത് വഴി തടയൽ സമരം നടന്നു. സാങ്കേതിക വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾ മത്സരിക്കണമെന്ന് KT ബഷീർ MLA. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സദേൺ റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം ശ്രീ MP രാജേഷ് MP നിർവഹിച്ചു. പ്രമേഹരോഗം സുഖപ്പെടുത്തുവാൻ പ്രകൃതി ചികിത്സ ഫലപ്രദമാണെന്ന് കുന്തിപ്പുഴ നാച്ചുറൽ ലൈഫ് ഇന്റർനാഷണൽ. ആനമൂളിപ്പുഴയിൽ അടഞ്ഞുകിടക്കുന്ന വൻമരം നടപ്പാലത്തിന് ഭീഷണിയാവുന്നു. വാർത്തകൾ വിശദമായി. സദേൺ മോട്ടോർ ആൻഡ് റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUസിന്റെ നേതൃത്വത്തിൽ പന്നിയമ്പാടത്ത് വഴി തടയൽ സമരം നടന്നു. വേഗതയാർന്ന ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ വിദ്യാർത്ഥികൾ കാലഘട്ടത്തിനനുസരിച്ച് വിജ്ഞാനം ആർജിക്കണമെന്ന് KT ബഷീർ MLA. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ സൗകര്യങ്ങളിലും ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ ഉപയോഗത്തിലും വിസ്മയകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗതയാർന്ന ഇന്നത്തെ ലോകത്ത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ആർജിക്കുന്നതിൽ സാധാരണക്കാരുടെ മക്കൾ അല്പം പോലും പിറകോട്ട് പോവാൻ പാടില്ലെന്ന ദൃഢനിശ്ചയം വേണമെന്നും അതിനാലാണ് സ്കൂളുകൾക്ക് കമ്പ്യൂട്ടറുകൾ അനുവദിച്ചതെന്നും MLA ഷംസുദ്ദീൻ പറഞ്ഞു. മണ്ണാർക്കാട് KTM ഹൈസ്കൂളിന് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA ഷംസുദ്ദീൻ. ഈ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു പ്രശസ്തമായ വിദ്യാലയം ഇത് രണ്ടും കൂടി പരിഗണിച്ചപ്പോൾ പങ്കെടുത്തു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെങ്ങും കേരളോത്സവ പരിപാടികൾ നടത്തുന്നതിന്റെ ഭാഗമായി കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ണാർക്കാട് MES കോളേജ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം നടത്തി. കൊങ്ങശ്ശേരി വായനശാല ചുങ്കം ടീമും ചങ്ങലേരി LCയും തമ്മിൽ നടന്ന പ്രഥമ മത്സരത്തിൽ കൊങ്ങശ്ശേരി ടീം ജേതാക്കളായി. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ കളിക്കളത്തിലിറങ്ങിയ വിവിധ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. എല്ലാ വർഷവും നടത്തപ്പെടുന്ന കലാകായിക മത്സരങ്ങൾ അന്തരിച്ച കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് നേതൃത്വം നൽകി. സദേൺ റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം ശ്രീ MP രാജേഷ് MP നിർവഹിച്ചു. സദേൺ റെയിൽവേ മണ്ണാർക്കാട് റൂറൽ ബാങ്കിന് അനുവദിച്ച ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം MP രാജേഷ് MP നിർവഹിച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്, യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാൻ ഇപ്പോൾ ഒരു അന്തരീക്ഷമുണ്ട്. അത് നമുക്ക് അങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. ടിക്കറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട് റെയിൽവേ നൽകുന്ന സേവനങ്ങൾ ഇനി മുതൽ ബാങ്കിന്റെ കൗണ്ടറിൽ ലഭ്യമാകും. MLA ഷംസുദ്ദീൻ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച് സംസാരിച്ചു. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ പീയൂഷ് അഗർവാൾ, തിരുവനന്തപുരം DRM രാജേഷ് അഗർവാൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ പാറോക്കോട്ടിൽ, റഫീഖ് കുന്തിപ്പുഴ, B മനോജ്, ഫിറോസ് ബാബു, R ശാരദ തുടങ്ങി സാമൂഹ്യരംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ ചടങ്ങിന് സാക്ഷികളായി. പ്രമേഹരോഗം സുഖപ്പെടുത്തുവാൻ പ്രകൃതി ചികിത്സ ഫലപ്രദമാണെന്ന് കുന്തിപ്പുഴ നാച്ചുറൽ ലൈഫ് ഇന്റർനാഷണൽ. സകലരെയും മരുന്ന് കഴിപ്പിച്ച് ലാഭം കൂട്ടാനുള്ള മരുന്ന് കമ്പനികളുടെ ഗൂഢനീക്കമാണ് പ്രമേഹരോഗത്തിന്റെ പേരിൽ നടക്കുന്നതെന്നും പ്രമേഹം ഭയപ്പെടേണ്ട അസുഖമല്ലെന്നും പ്രകൃതി ചികിത്സക്കാർ. അല്പം യോഗയും ഭക്ഷണത്തിന്റെ ലളിതമായ ചിട്ടകളും പാലിക്കുന്ന ആർക്കും പ്രമേഹരോഗത്തെ ഭയക്കേണ്ടതില്ലെന്നും സംസ്ഥാനത്തെ നേച്ചറൽ ലൈഫ് ഹോസ്പിറ്റലുകളിലൂടെ 1.25 ലക്ഷം ആളുകൾക്ക് പ്രമേഹരോഗം സുഖപ്പെട്ടിട്ടുണ്ടെന്നും കുന്തിപ്പുഴ നേച്ചറൽ ലൈഫ് ഹോസ്പിറ്റൽ ഭാരവാഹികൾ അറിയിച്ചു. പ്രമേഹം മാറിയവർ അവരുടെ പ്രകൃതി ജീവന അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ഒക്ടോബർ 21 ഞായറാഴ്ച കോഴിക്കോട് നടക്കാവിലുള്ള നേച്ചറൽ ലൈഫ് ഹോസ്പിറ്റലിൽ സംഗമിക്കുന്നുണ്ടെന്നും രോഗമുക്തിയുടെയും സുഖജീവിതത്തിന്റെയും അനുഭവങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്നും കുന്തിപ്പുഴ നേച്ചറൽ ലൈഫ് ഇന്റർനാഷണലിലെ ഭാരവാഹികൾ പറഞ്ഞു. ആനമൂളിപ്പുഴയിൽ അടഞ്ഞുകിടക്കുന്ന വൻമരം നടപ്പാലത്തിന് ഭീഷണിയാവുന്നു. ആനമൂളിയിൽ ചെക്ക് ഡാമിനു താഴെ പുഴയ്ക്ക് കുറുകെ കിടക്കുന്ന വൻമരം നീക്കം ചെയ്യാത്തത് താഴെ നടപ്പാലത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. 3 വർഷം മുമ്പാണ് പുഴവക്കിൽ നിന്നിരുന്ന മരം കടപുഴകി പുഴയ്ക്ക് കുറുകെ വീണത്. അന്നു മുതൽ മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വകുപ്പുകൾ തമ്മിലുള്ള വടംവലി മൂലം മരം മുറിച്ചു നീക്കൽ നടന്നിട്ടില്ല. മരത്തിന് വില നിശ്ചയിക്കേണ്ടത് വനം വകുപ്പാണ്. മരം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതുമാണ്. മരത്തിന് വില നിശ്ചയിച്ചു കിട്ടിയെങ്കിലേ മരം ലേലം ചെയ്ത് വിൽക്കുവാൻ റവന്യൂ വകുപ്പിന് കഴിയുകയുള്ളൂ. വനം വകുപ്പ് ഇതുവരെയും വില നിശ്ചയിക്കാൻ തയ്യാറായിട്ടുമില്ല. പുഴയിൽ നല്ല വെള്ളപ്പാച്ചിലുണ്ടായാൽ
മരം ഒഴുകി താഴെയുള്ള നടപ്പാലത്തിൽ ഇടിച്ച് നടപ്പാലം തകർന്നു പോവാൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സദേൺ മോട്ടോർ ആൻഡ് റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUസിയുടെ നേതൃത്വത്തിൽ പന്നിയമ്പാടത്ത് വഴി തടയൽ സമരം നടന്നു. സാങ്കേതിക വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾ മത്സരിക്കണമെന്ന് KT ബഷീർ MLA. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സദേൺ റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം ശ്രീ MP രാജേഷ് MP നിർവഹിച്ചു. പ്രമേഹ രോഗം സുഖപ്പെടുത്തുവാൻ പ്രകൃതി ചികിത്സ ഫലപ്രദമാണെന്ന് കുന്തിപ്പുഴ നാച്ചുറൽ ലൈഫ് ഇന്റർനാഷണൽ. ആനമൂളിപ്പുഴയിൽ അടഞ്ഞുകിടക്കുന്ന വൻമരം നടപ്പാലത്തിന് ഭീഷണിയാവുന്നു. സിറ്റി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.